നമസ്കാരം. ശരിക്കും കേരളത്തിന്റെ മുന്നിലുള്ള ഒരു ബില്യൺ ഡോളർ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കേരള ടൂറിസത്തിന്റെ മുന്നിൽ കിടപ്പുണ്ട്. നമ്മുടെ കേരള ടൂറിസത്തിന് ഇന്നും ടൂറിസം എന്ന് പറയുമ്പോൾ ആലപ്പുഴയിലെ കെട്ടുവള്ളം, പിന്നെ മൂന്നാറിലെ കുറെ കോടമഞ്ഞുമാണ്. ഇതല്ല. നമ്മുടെ SGK ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വടക്കൻ മലബാറിൽ ഒരുപാട് ടൂറിസം സാധ്യതയുണ്ടെന്ന്. എന്നാൽ അത് മാത്രവുമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഡിസംബർ തൊട്ട് ഒരു മെയ് മാസം വരെ കേരളത്തിലുള്ള അമ്പലങ്ങളിലെ ഉത്സവങ്ങളും പള്ളികളിലെ പെരുന്നാളുകളുടെയും സീസണാണ്. ഈ പള്ളി പെരുന്നാളും ഈ അമ്പലങ്ങളിലെ ഉത്സവങ്ങളെയും ഒരു നമ്മുടെ ടൂറിസം സർക്യൂട്ടുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താലുണ്ടല്ലോ, ഈ സായിപ്പന്മാർക്ക് ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ വന്ന് പങ്കെടുക്കുന്നത് പ്രകൃതിക്ക് ഒരു ചൂഷണവും ഇല്ലാതെ, അഡീഷണൽ ആയിട്ട് ഒരു കാർബൺ മലിനീകരണം ഉണ്ടാകാതെ, ഒരു റിസോർട്ടും പണിത് ഭൂമിക്ക് ഭാരം ഉണ്ടാക്കാതെ, കേരളത്തിൽ ഓൾറെഡി ഉള്ള പഴയ ഓടിട്ട നാടൻ വീടുകൾ ഒരുപാടുണ്ട്. ആ വീടുകളും പഴയ ഗൾഫുകാരൊക്കെ പണിതിട്ടിരിക്കുന്ന വലിയ വീടുകളും ഒക്കെ അങ്ങ് ഹോം സ്റ്റേകളാക്കി മാറ്റണമെന്നേ. എന്നിട്ട് അടുത്തുള്ള അമ്പലങ്ങളുമായിട്ട് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് സായിപ്പ് വന്ന് കാണട്ടെ. ബില്യൺ കണക്കിന് ഡോളറുകൾ കേരളത്തിലോട്ട് വരും.